ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു ഫ്ലാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്ന. ഡൗ ജോൺസ് 11 പോയിൻറ്റും S&P 30 പോയിൻറ്റും നസ്ഡാക്ക് 143 പോയിൻറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗൾഫ് നിഫ്റ്റി 21 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഒരു ബെയറിഷ് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പതിയെ മാർക്കറ്റ് മുകളിലോട്ട് കയറി ഏകദേശം നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ അടുപ്പിച്ച് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ലെവലെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു ലെവലാണ്. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു അപ്പ് ട്രെൻഡ് കാണിച്ച് ചിലപ്പോൾ വിക്ക് ഫോം ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്നൊരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് കൃത്യമായിട്ട് നല്ല ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് ബുള്ളിഷ് ആകാൻ സാധ്യതയുള്ളൂ. നല്ല ബോഡിയിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മാത്രമേ മുകളിലോട്ട് നമ്മൾ എൻട്രിയും എടുക്കാവൂ. ചിലപ്പോൾ അവിടെ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ഈ ഒരു ലെവലിൽ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്നലത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ രണ്ടുപേരും FISും DISും ബൈയിങ് ആണ്. FIS 69 കോടിക്കും DIS 4680 കോടിക്കും ഇന്നലെ ബൈ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS ഇന്നലെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടില്ല. പുട്ട് ഓപ്ഷൻ 2.59 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്ട്രോങ് കോൾ ഓപ്ഷൻ ബൈയിങ് നടന്നിട്ടുണ്ട്. പ്രോയും എനിക്ക് തോന്നുന്നു ക്ലൈൻറ്റ് സെല്ലിംഗ് ആണ്. പ്രോ സ്ട്രോങ് ഏകദേശം 1.52 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷനും ഏകദേശം 77,000 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയാണ്. ക്ലൈൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. 1.62 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 3.64 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് സ്ട്രോങ് ബൈയിങ് തന്നെയാണ്. പ്രോ ബൈയിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ഫ്യൂച്ചേഴ്സ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് FIS നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സെല്ലിംഗ് തന്നെയാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ട് കൂടെ നോക്കാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,330 ഈ ഒരു ഏരിയ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി എടുക്കാമെന്ന്. പക്ഷേ ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയപ്പോഴും നമ്മൾ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട് എന്ന്. മാർക്കറ്റ് അതിന് താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ലെവലിന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈ ബ്രേക്കൗട്ട് കിട്ടണം. 25,363 ഇന്നലത്തെ ഹൈക്ക് മുകളിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാർഗറ്റ് ഇല്ല. മാർക്കറ്റ് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷന് സാധ്യത ഉണ്ട് ഈ ഒരു റേഞ്ചിൽ. പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലോട്ട് നമുക്ക് 440 ഓക്കെ 363 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 363 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 440 420 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. താഴോട്ട് ഇന്നലത്തെ ഈ ഒരു സ്വിങ്ങിലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ മാറാൻ സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് അല്ല മാർക്കറ്റ് 5 മിനിറ്റിൽ ഇതിന് താഴോട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 287 ഈ ഒരു ഏരിയ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഏകദേശം 24,200 24,200
ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. താഴോട്ട് 25,287 5 മിനിറ്റിൻ്റെ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,206 200 ലെവൽ ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് ചിലപ്പം കിട്ടും. ഇതും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 24,100 ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. ഈ ഒരു ലോ മാർക്കറ്റ് താഴോട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് സാധ്യത ഉണ്ട്. ഇപ്പം നിൽക്കുന്ന ആ ഒരു ഹൈയിൽ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ മിക്കവാറും ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കൺസോൾട്ടേഷന് സാധ്യത ഉണ്ടാവും മാർക്കറ്റ്. കാരണം നമ്മൾ ഡേ ക്യാൻഡിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനിന് അടുപ്പിച്ച് മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. കഴിഞ്ഞ ഇപ്പം 4-5 ദിവസമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കയറി വന്ന സ്പീഡ് കുറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നു. വീണ്ടും ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നു. ഇന്നലെ വീണ്ടും ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഒരു ഏരിയ ആണ്. ചിലപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടൊരു റിജക്ഷൻ കിട്ടി താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ ഇന്ന് ചെറിയൊരു വൈഡ് CPR ആണ് വരുന്നത്. 25,262 തൊട്ട് 303 വരയ്ക്കും ഏകദേശം 40 പോയിൻറ്റിൻ്റെ CPR ആണ്. 3 ലെവൽസേ വരച്ചിട്ടുള്ളൂ. ഏറ്റവും മുകളിൽ വരുന്നത് 25,400 25,422 ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. 25,400 422 ഏരിയയിൽ ഒരു റിജക്ഷന് സാധ്യതയുണ്ട്. സ്ട്രോങ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലേ മാർക്കറ്റ് ബുള്ളിഷ് ആവാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവൽ 25,282 25,262 ആണ് താഴോട്ട് വരുന്നത്. ഏകദേശം 100 പോയിൻറ്റിന് മുകളിൽ 120 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ് താഴോട്ട്. അഥവാ ഇവിടെ നിന്നൊരു റിജക്ഷൻ റിവേഴ്സ് സിഗ്നൽ കിട്ടി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഇതുവരെ നോക്കുക. അതായത് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് എത്തുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയിട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. താഴോട്ടുള്ള ലെവൽസ് 25,282 25,262 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ ലെവൽസ് വരുന്നത് 25,200 ഏരിയയാണ്. 25,208 25,193 ഈ 3 ലെവൽസേ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.